എല്ലാവർക്കും വന്ദനങ്ങൾ. വെബ്സൈറ്റിലൂടെയും TV പ്രോഗ്രാമിലൂടെയും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൽ ഞങ്ങളുടെ സ്നേഹം നിങ്ങളെ അറിയിക്കട്ടെ. ഈ TV പ്രോഗ്രാം കേവലം ഒരു അരമണിക്കൂർ കണ്ട് അവസാനിപ്പിക്കുന്നതല്ല. ഇതിലൂടെ നമ്മൾ തമ്മിലൊരു കൂട്ടായ്മയാണ്. രാജ്യങ്ങളിലിരിക്കുന്ന നിങ്ങളും ഞങ്ങളുമായി ഒരു വലിയ കൂട്ടായ്മ ബന്ധത്തിലാകുക. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ കൈകളാൽ രോഗികൾ സൗഖ്യമാവും. നിങ്ങളുടെ കൈകളാൽ അത്ഭുതങ്ങൾ നടക്കും. കർത്താവ് വലിയ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു സാക്ഷ്യമാണ്. ആ മുഴുവൻ നീള സാക്ഷ്യവും വളരെ ശ്രദ്ധിച്ചിരിക്കണം. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ് ഇന്നത്തെ സാക്ഷ്യം. ഈ TV പ്രോഗ്രാമിൻ്റെ ഒരു പ്രേക്ഷക സംഗമം ഹരിപ്പാട് നടന്ന മീറ്റിങ്ങിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആത്മഹത്യയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന ആരോ ഇവിടെ വന്നിരിക്കുന്നു. പെട്ടെന്ന് ഒരു മദ്യപാനിയായ വ്യക്തി അലറി കരഞ്ഞുകൊണ്ട് മുമ്പോട്ട് ഓടി വന്നു. പിന്നീട് ഒന്നും സംഭവിച്ചത് നമുക്കറിയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ ഹെവൻലി ഫീസ്റ്റിലെ മീറ്റിംഗ് നടക്കുമ്പോൾ ഈ ബ്രദറിനെ ഓടി വന്ന് എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ എന്നെ ഓർക്കുന്നുണ്ടോ? ഹരിപ്പാട്ട് വെച്ച് കർത്താവ് എന്നെ തൊട്ടു, തകർന്നിരുന്ന് എന്നെ കർത്താവ് വിടുവിച്ചു. യേശുവിന് മാത്രമേ ഇതുപോലുള്ളൊരു അത്ഭുതം ചെയ്യാനൊക്കത്തുള്ളൂ. ഞങ്ങളാരും അല്ല വിടുവിച്ചത്, യേശുവാണ് വിടുവിച്ചത്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇനി ഒരു സ്റ്റെപ്പ് പോലും വെക്കാനില്ല, ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, യേശുവിനെ നമുക്ക് അടുത്തറിയാൻ കഴിയും. ഇന്നത്തെ പ്രോഗ്രാമിലൂടെ ഇന്ന് കേൾക്കാൻ പോകുന്ന സാക്ഷ്യത്തിലൂടെ നിങ്ങളുടെ ജീവിതം പാടെ മറിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജീസസ് ഈസ് അലൈവ്. അവൻ്റെ വചനം ഘോഷിക്കുന്നിടത്തൊക്കെ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് തെളിയിക്കുവാൻ അവൻ പാപികൾക്ക് മാനസാന്തരം നൽകുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ആത്മഹത്യ ആഗ്രഹിക്കുന്നവർക്ക് വിടുതൽ നൽകുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ജയരാജനും ഡെയ്സിയും ദമ്പതികളാണ്. ഇവർ ആദ്യമായി സ്വർഗവിരുന്നിൻ്റെ മീറ്റിങ്ങിൽ കടന്നു വരുന്നത് 2008 ജാനുവരി ഹരിപ്പാടിൽ വെച്ചാണ്. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഇന്ന് അവരിൽ നിന്നും നമുക്ക് കേൾക്കാം. ബ്രദറെ, ആദ്യമായി ഹരിപ്പാട്ട് കടന്നു വരുന്നത് എന്തിനാണ്? എനിക്ക് ജോലിയിൽ കടം വന്നു, ഒരുപാട് കടബാധ്യത. രാവിലെ ഒരു ദിവസം പത്രം എടുത്ത് നോക്കിയപ്പോൾ തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു പറഞ്ഞ് പത്രത്തിൽ പരസ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, വൈകിട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് ഒരുങ്ങി നിന്നോണം, നമുക്കൊരു വഴി വരെ പോകണമെന്ന് പറഞ്ഞു. അത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അത് പോകുമ്പോൾ അറിഞ്ഞാൽ മതി, ഇപ്പോൾ അറിയണമെന്ന് പറഞ്ഞു. പിള്ളേരെയും കൂടെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പദ്ധതി സിനിമാ നടന്മാരെ കൂടെ കാണുന്നത് പോലെ ഒന്ന് കാണിച്ചിട്ട് പിള്ളേരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് 4 പേരും കൂടെ ഒന്നിച്ച് പിറ്റേന്ന് രാവിലെ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലെ പ്ലാൻ. ഈ ആത്മഹത്യാ പ്ലാൻ ഭാര്യയോട് പങ്കുവച്ചില്ലായിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കള് മോൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോള് UKG പഠിക്കുന്നു. ഇത്ര ചെറുപ്പമുള്ള 2 കുഞ്ഞുങ്ങളെ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ചൊരു പ്രയാസമൊന്നുമില്ലായിരുന്നോ? അതോ? പ്രയാസം അത് എന്തായാലും എനിക്ക് ബാധ്യത കാരണം പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ മരിക്കും. അപ്പോൾ പിന്നെ എന്നോട് ചേർന്നവർ ജീവിച്ചിരുന്നാൽ അവർക്കതൊരു അപമാനമായി തീരും. അതുകൊണ്ട് എല്ലാ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്ലാൻ എൻ്റെ മനസ്സിൽ വച്ചിരുന്നു. ആരോടും പറഞ്ഞിട്ടില്ല. അത് പിറ്റേ ദിവസം അന്ന് TVS മീറ്റിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം സംഭവിക്കുകയും ചെയ്യും. അതായിരുന്നു പദ്ധതി. എൻ്റെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം തന്നെ. പുള്ളിയോട് ഞാൻ പറഞ്ഞില്ല, പുള്ളിയോട് പറഞ്ഞാലും പുള്ളി പറയത്തില്ലേ ആവശ്യമില്ല, അങ്ങനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാലോ എന്ന് പറയുന്നു. എൻ്റെ മനസ്സിൽ ആഗ്രഹം എന്തുവാ, ഇച്ചിരി വിഷം മേടിക്കണം, 4 പേർ കൂടെ ചോറിനകത്ത് കലക്കി എങ്ങനെയും ജീവൻ കൊടുക്കണമെന്നായിരുന്നു. വാസ്തവത്തിൽ അപ്പം 2 പേരും ഇത് ആഗ്രഹിച്ചു, എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നത്തെ അനുഭവങ്ങളെ കുറിച്ച് സഹോദരിക്കൊന്ന് പറയാമോ? വൈകിട്ട് എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങൾ റെഡിയായി നിൽക്കുക. അപ്പം ഞാൻ ചോദിച്ചു എവിടെ പോകാനാന്ന് ചോദിച്ചു. അങ്ങനെ പ്രേയറിനൊന്നും പോവുക പതിവില്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എവിടെ പോകാനാ? അത് നിങ്ങൾ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു, മക്കളെ 2 പേരും. അപ്പോൾ അവരും ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ബൈക്ക് റെഡിയാക്കിയോന്ന് വെച്ചാൽ ബൈക്കിന് ഇച്ചിരി പണിയൊക്കെ ഉണ്ട്. ബൈക്ക് റെഡിയാക്കി നമ്മൾ 4 പേരൂടെ പോകണമെങ്കിൽ എന്തായാലും ഇച്ചിരി എല്ലാം നിങ്ങൾ റെഡിയാക്കിയോ, ഷർട്ടൊക്കെ തേച്ച് എല്ലാം റെഡിയാക്കി വെച്ച് ഞാനിപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി ചിലപ്പോൾ ഇനി വന്നിട്ട് 6 മണിയാകുമ്പം പറയാതിരിക്കാനായിരിക്കും. എങ്കിലും ഞങ്ങൾ വന്നുകൊണ്ടാ പറഞ്ഞു നിങ്ങൾ ആരും ഒരുങ്ങിയില്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളോട് അങ്ങ് ദേഷ്യപ്പെട്ടു. അപ്പം ഞങ്ങൾ പിടിയുന്നു മക്കളെ 2 പേരെ ഒരുക്കി ഞാനും റെഡി ഇറങ്ങി അവിടെ ചെന്നു. അപ്പം അതിന് ഇച്ചിരി മുമ്പാണ് ഒരു കോടതിയിലൊരു കേസിൻ്റെ കാര്യം ഒരു ചെക്ക് കേസ് ഫയലായി ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ വന്നുകൊണ്ടേ പറഞ്ഞു ഇതുപോലെ നമ്മൾക്ക് പേരിലൊരു വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ടേ, ഇതുപോലെ പ്രശ്നമെന്ന് പറഞ്ഞു. അതെന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം, നീ വരുന്നെങ്കിൽ വാ എന്ന് പറഞ്ഞു. ഒരുങ്ങി അവിടെ ചെന്നു. ഞങ്ങളുടെ കയ്യിൽ ആകെ അന്ന് 200 രൂപയേ ഉള്ളൂ അന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ പാസ് വെച്ചാണോ ഇനി കയറുന്നെഞ്ഞു? അയ്യോ അന്നെങ്കിൽ കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നൊരു സഹോദരിയോട് ചോദിച്ചു ഇതിവിടെ പാസ് വെച്ചാണോ? അല്ല, ദൈവത്തെ അറിയുന്നതിന് ഒരു പാസും വേണ്ട, സഹോദരിക്ക് അകത്തോട്ട് കയറി ഇരുന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ 2 പേരും മക്കളുമായിട്ട് അങ്ങോട്ട് കടന്നു ഇരുന്നു. ആരാധന തുടങ്ങി കുറച്ച് കഴിഞ്ഞ ഉടനെ
അപ്പോൾ അതിനു മുമ്പേ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ പറയുമായിരുന്നു എങ്ങനെയും ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാൽ മതി, ദിവസം കിടക്കാം ശല്യം ഭാരം കൊണ്ട്, പിന്നെ കഥ തുറക്കണമെന്നല്ലോ ആര് വരും എന്നുള്ള ഭാരത്താണ്. നേരം വെളുക്കല്ലേ എന്ന് കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഭാരത്തോടെ എണ്ണീച്ച് വരുന്നത് കടഭാരം കൊണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ നീ ഞങ്ങളെ വിളിച്ച് നീ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ, ഇതിനൊരു മറുപടി ഞങ്ങൾക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് മീറ്റിങ്ങിന് ചെന്നതിന് ശേഷം ബ്രദറിന് അവിടെ എന്താ അനുഭവപ്പെട്ടു? തോമസ് ബ്രദർ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ഒരു ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല, എൻ്റെ ജീവിതം ഇതോടുകൂടെ തീർന്നു എന്ന് മനസ്സിൽ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാം. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ യേശു വിളിക്കുക, മുമ്പോട്ട് കടന്നു വന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മുമ്പോട്ട് കടന്നു ചെന്നപ്പോൾ എൻ്റെ ശരീരത്തിലൂടെ എന്തോ ഒരു അഗ്നി ജ്വാല ഇങ്ങനെ സ്പർശിച്ചു പോകുന്നതായിട്ട്, അതെനിക്കിപ്പോഴും അതിൻ്റെ ആ ഒരു സ്പർശനം ഓർക്കാൻ വയ്യ. സ്പർശിച്ചു പോകുന്നതായിട്ട് ഇങ്ങനെ കത്തിഞ്ഞ് ഉരുകി അങ്ങ് മാറുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു കല്ല്, പാറക്കല്ല് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇളകി പോയതുപോലുള്ള സന്തോഷം. പിന്നെ ഈ ആത്മഹത്യ ചെയ്യണം എന്നുള്ള ആ ചിന്തയിൽ നിന്ന് മാറി. ഒരു സ്റ്റെപ്പ് വെക്കാൻ മേലാതാ നീ ഇവിടെ വന്നത്. നിന്റെ വീട്ടുകാരും നാട്ടുകാരും നിന്നെ വെറുത്ത് നീ എന്തിനാ ജീവിക്കുന്ന നിന്ന് പകലും സംസാരിച്ചിട്ടാ നീ ഇവിടെ വന്നത്. നിന്റെ തലയിൽ ഒരു മുടി കൊഴിയാൻ കർത്താവ് അനുവദിക്കത്തില്ല. നീ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ ദൈവം നിന്നെ മാനിക്കാൻ പോകും. എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും ആരാധിച്ച്, പിതാവേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, പിതാവേ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. പിശാചിന്റെ മേൽ ഞങ്ങൾക്ക് അധികാരം തന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ സാത്താനെ ഓടിക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് തന്നതിനായി നന്ദി. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം പിശാചിന്റെ മേൽ, ഭൂതത്തിന്റെ മേൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം ഇന്ന് രാത്രി ഞങ്ങൾ എടുക്കുക. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഇവരുടെ മേൽ ബാധിച്ചിരിക്കുന്ന ഭാരത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ എല്ലാ പൈശാചിക ശക്തികളും വിട്ടുമാറട്ടെ. എല്ലാ ഭാരത്തിന്റെ ശക്തികൾ in the name of Jesus come out, come out. യേശുവിന്റെ നാമത്തിൽ പിശാച് കെട്ടിയ സകല കെട്ടുകളെയും പൊട്ടിക്കുന്നു. സൗഖ്യമാകട്ടെ. ബ്രദറെ വല്ലതും സംഭവിച്ചോ? സംഭവിച്ചു. ഒരുപാട് ദുഃഖമായിട്ട് വന്നതാ. ഏത് സമയത്തും മരണം മുമ്പിൽ കണ്ടോണ്ടാ വരുന്നത്. ഈ ബ്രദർ അവിടെ നിന്നപ്പോൾ ഹോളി സ്പിരിറ്റ് എന്നോട് പറഞ്ഞതാ, അദ്ദേഹത്തോട് പറഞ്ഞത്, ഇന്ന് പകല് പോലും ചത്താ മതി എന്ന് പറഞ്ഞ വ്യക്തിയാണോ? ആണ്. സ്തോത്രം. എല്ലാവരാലും കൈവിടപ്പെട്ടെന്ന കർത്താവ് എന്നെ കാണിച്ച്. ഇനി ചാകണ്ട. ഇതാണ് യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യം.